the cure, you're the pain, you're the only thing I wanna touch. Never knew that it could mean so much, so much. You're the fear, I don't care, 'cause I've never been so high. Follow me through the dark, let me take you past the satellites. You can see the world you brought to life, to life. So love me like you do, la la, love me like you do. അങ്ങയുടെ തിരുവനന്തപുരം സ്വർഗത്തിലെ പോലെ ഭൂമിയിലാകണമേ. കർത്താവ് അങ്ങയുടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ പരമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. കർത്താവായ യേശുവേ, ഇന്ന് വാഗ്ദാനം ചെയ്യുന്ന വിവാഹത്തിലേക്ക് കടക്കുന്ന അച്ചുവിനെയും സനോദിനെയും ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. അവരുടെ വിവാഹബന്ധം മരണം വരെ അവർക്ക് സന്തോഷത്തോടെ ജീവിക്കുന്നതിന് ദൈവം അവർക്ക് കൃപ കൊടുക്കണമേ, അവർക്ക് ആയുസ് കൊടുക്കണമേ. അവർക്കുണ്ടാവുന്ന മക്കളെ മണൽത്തരി പോലെ മക്കളുണ്ടാവട്ടെ എന്നാണ് ബൈബിളിൽ പറഞ്ഞേക്കണേ. അതേമാതിരി അവർക്കുണ്ടാവുന്ന മക്കളെ ദൈവം നല്ല രീതിയിൽ വളർത്തുവാനും നല്ല സ്നേഹബന്ധത്തിൽ വളരുവാനും അവർക്ക് കൃപ കൊടുക്കണമേ. മത്തായി എഴുതിയ സുവിശേഷം 22-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. യേശു വീണ്ടും ഉപമകൾ വഴി അവരോട് സംസാരിച്ചു. സ്വർഗരാജ്യം എൻ്റെ പുത്രന് വേണ്ടി വിവാഹം ഒരുക്കിയിരിക്കുന്ന രാജാവിന് സദൃശം. വിവാഹദൃശ്യക്കാരെ അയച്ചു, എന്നാൽ വരാൻ അവർ വിസമ്മതിച്ചു. വീണ്ടും അവർ വേറെ വൃദ്ധരെ അയച്ചുകൊണ്ട് പറഞ്ഞു, ഇതാ വിരുന്ന് സജ്ജമായിരിക്കുന്നു. എൻ്റെ കാളകളെയും കൊഴുത്ത മൃഗങ്ങളെയും കൊന്ന് എല്ലാം തയ്യാറാക്കി കഴിഞ്ഞിരിക്കുന്നു. വിവാഹത്തിന് വരിക, ക്ഷണിക്കപ്പെട്ടവരോട് ചെന്ന് പറയുവിൻ. എന്നാൽ ക്ഷണിക്കപ്പെട്ടവർ അത് വകവയ്ക്കാതെ ഒരുവൻ വയലിലേക്കും മറ്റൊരുവൻ വ്യാപാര സ്ഥലത്തേക്കും പോയി കഴിഞ്ഞു. മറ്റുള്ളവർ ആ വൃദ്ധന്മാരെ പിടിക്കുകയും അവരെ അപമാനിക്കുകയും വധിക്കുകയും ചെയ്തു. Love me like you do, la la, love me like you do. Touch me like you do, ta ta, touch me like you do. What are you waiting for? Fading in, fading out, on the edge of paradise. Every inch of your skin is a holy grail I've gotta find. Only you can set my heart on fire, on fire. Yeah, I'll let you set the pace, 'cause I'm not thinking straight. I'll wait for you all of my days. In the stillness before dawn breaks, steady my heart and mind as long as it takes. My God, I've never seen far. Just keep my eyes on places you are. In every season I will wait, I will leave. സനോപ്പിനെയും അർപ്പിസിനെയും വിവാഹം എന്ന കുദാശയിൽ ഒന്നിപ്പിക്കാനായിട്ട് പോകുകയാണ്. പിതാവിന്
ക്രിസ്തു അർപ്പിച്ച ബലി അർപ്പിച്ചുകൊണ്ട് ബലിമധ്യയാണ് വിവാഹമെന്ന കൂതാശ പരിക്രമിച്ച്. അതിനാൽ തന്നെ പള്ളിയിലുള്ള എല്ലാവരും ഭക്തിയോടും വിശ്വാസത്തോടും നമുക്കുള്ള പുണ്യയോഗ്യതകളാൽ ഈ മക്കൾ രണ്ടുപേരും അനുഗ്രഹിക്കപ്പെടാൻ വേണ്ടിയിട്ടുള്ള കൃപാവരത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടായിരിക്കും നമ്മളിവിടെ ഉണ്ടാകുക. അതിനാൽ വളരെ ശ്രദ്ധയോടുകൂടി ഈ കുർബാനയിൽ കല്യാണം കെട്ടിക്കുന്ന സംഘത്ത് മാത്രമാണ് ഫോട്ടോ. പ്ലീസ് ഈ മക്കൾക്ക് ലഭിക്കാൻ വേണ്ടി സെനോബിക്കിനും അർച്ചനയ്ക്കും വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മളുടെ പുണ്യയോഗ്യതകളാൽ ഇവർ അനുഗ്രഹിക്കപ്പെടാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം. എല്ലാ കൃപകളും നൽകപ്പെടട്ടെ. ഈ രണ്ട് വൈദികരും ഞാനും ചേർന്ന് അർപ്പിക്കുന്ന ഈ ബലിയിൽ കർത്താവായ ക്രിസ്തു എല്ലാ നന്മകളും ഈ കുടുംബത്തിന് നൽകി തിരുസഭയിലേക്ക് വരുന്ന ഈ പുതിയ കുടുംബം അനുഗ്രഹിക്കപ്പെടട്ടെ. കണ്ണുകൾ തുറന്ന് അൾത്താരിലേക്ക് നോക്കി നമുക്കൊന്നിച്ച് ബലിയർപ്പിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടെ. സഹോദരരെ, ദിവ്യരഹസ്യങ്ങൾ കൊണ്ടാടുന്നതിന് നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാം. ഹൃദയം തകർന്നവരെ സുഖപ്പെടുത്തുവാനയക്കപ്പെട്ട കർത്താവേ കനിയണമേ. പാപികളെ വിളിക്കുവാനാഗതനായ ക്രിസ്തുവേ കനിയണമേ. ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കാൻ പിതാവിൻ്റെ വലതുഭാഗത്തിരിക്കുന്ന കർത്താവേ കനിയണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. അത്യുന്നതങ്ങളിൽ ദൈവത്തിനു മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് ശാന്തി. Yeah.
നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ അപേക്ഷകൾ കൂടെ ആയിരിക്കുകയും മാനവവംശത്തിന്റെ വർധനയ്ക്ക് അങ്ങ് സ്ഥാപിച്ചതിനെ കാരുണ്യപൂർവ്വം കാത്തുപാലിക്കുകയും ചെയ്യണമേ. അങ്ങനെ അങ്ങേ പരമാധികാരത്താൽ സംയോജിക്കപ്പെടുന്നത് അങ്ങേ സഹായത്താൽ കാത്തുരക്ഷിക്കുകയും ചെയ്യുമാറാകട്ടെ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവ് അങ്ങയുടെ പുത്രനുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. ദൈവമായ കർത്താവ് അരുൾ ചെയ്തു, മനുഷ്യനേകനായിരിക്കുന്നത് നന്നല്ല, അവന് ചേർന്നയിടയെ ഞാൻ നൽകും. ദൈവമായ കർത്താവ് ഭൂമിയിലെ സകല മൃഗങ്ങളെയും ആകാശത്തിലെ സകല പക്ഷികളെയും മണ്ണിൽ നിന്ന് രൂപപ്പെടുത്തി. അവയ്ക്ക് മനുഷ്യൻ എന്ത് പേരിടുമെന്നറിയാൻ അവിടുന്ന് അവയെ അവൻ്റെ മുമ്പിൽ കൊണ്ടുവന്നു. മനുഷ്യൻ വിളിച്ചത് അവയ്ക്ക് പേരായി തീർന്നു. എല്ലാ കന്നുകാലികൾക്കും ആകാശത്തിലെ പറവകൾക്കും വയലിലെ മൃഗങ്ങൾക്കും അവൻ പേരിട്ടു. എന്നാൽ തനിക്കിണങ്ങിയ തുണയെ കണ്ടില്ല. അതുകൊണ്ട് ദൈവമായ കർത്താവ് മനുഷ്യനെ ഗാഢനിദ്രയിലാഴ്ത്തി. ഉറങ്ങിക്കിടന്ന അവൻ്റെ വാരിയല്ലുകളിൽ ഒന്നെടുത്ത ശേഷം അവിടെ മാംസം കൊണ്ട് മൂടി. മനുഷ്യനിൽ നിന്ന് എടുത്ത വാരിയല്ലുകൊണ്ട് അവിടുന്ന് ഒരു സ്ത്രീക്ക് രൂപം കൊടുത്തു. അവളെ അവൻ്റെ മുമ്പിൽ കൊണ്ടുവന്നു. അപ്പോൾ അവൻ പറഞ്ഞു, ഒടുവിൽ ഇതെൻ്റെ അസ്ഥിയിൽ നിന്നുള്ള അസ്ഥിയും മാംസത്തിൽ നിന്നുള്ള മാംസവും. നരനിൽ നിന്ന് എടുക്കപ്പെട്ടതുകൊണ്ട് നാരി എന്ന് ഇവൾ വിളിക്കപ്പെടുന്നു. അതിനാൽ പുരുഷൻ മാതാപിതാക്കളെ വിട്ട് ഭാര്യയോട് ചേരും, അവർ ഒറ്റ ശരീരമായി തീരും. കർത്താവിൻ്റെ വചനം. പ്രതിവചന സങ്കീർത്തനം. കർത്താവിനെ ഞാനിന്ന് പുകഴ്ത്തും, കർത്താവിനെ ഞാനിന്ന് പുകഴ്ത്തും, കർത്താവിനെ ഞാനിന്ന് പുകഴ്ത്തും. അവിടുത്തെ സ്തുതികൾ എപ്പോഴും എൻ്റെ അധരങ്ങളിൽ ഉണ്ടായിരിക്കും. കർത്താവിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു. പീഡിതർ കേട്ട് ആനന്ദിക്കട്ടെ. കർത്താവിനെ ഞാനെന്നും പുകഴ്ത്തും. എന്നോടത്ത് കർത്താവിനെ മഹത്വപ്പെടുത്തുവിൻ. നമുക്കൊരുമിച്ച് അവിടുത്തെ നാമം സ്തുതിക്കാം. ഞാൻ കർത്താവിനെ തേടി, അവിടുന്ന് എനിക്ക് ഉത്തരമരുളി. സർവ്വഭയങ്ങളിൽ നിന്ന് അവിടുന്ന് എന്നെ മോചിപ്പിച്ചു. കർത്താവിനെ ഞാനെന്ന് പുകഴ്ത്തും. അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി, അവർ ലജ്ജിതരാകുകയില്ല. ഈ എളിയവൻ നിലവിളിച്ചു, കർത്താവ് കേട്ടു. എല്ലാ കഷ്ടതകളിലും നിന്ന് അവനെ രക്ഷിക്കുകയും ചെയ്തു. കർത്താവിനെ ഞാനിന്ന് പുകഴ്ത്തും. കർത്താവിൻ്റെ ദൂതൻ ദേവഭക്തരോട് ചുറ്റും പാളയമടിച്ച് അവരെ രക്ഷിക്കുന്നു. കർത്താവ് എത്ര നല്ലവനെന്ന് രുചിച്ചറിയുവൻ.
അവിടുത്തെ ആശ്രയിക്കുന്നവൻ ഭാഗ്യവാൻ. കർത്താവിനെ ഞാൻ പുകഴ്ത്തും. കർത്താവെ ഞാൻ എന്ന് പുകഴ്ത്തും. സ്നേഹിക്കുന്ന ഏവരും ദൈവത്തിൽ നിന്ന് ജനിച്ചവനാണ്. അവർ ദൈവത്തെ അറിയുകയും ചെയ്യുന്നു. കർത്താവിനോടുകൂടെ അങ്ങേ ആത്മാവോടുകൂടെ വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവെ അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് ഫരിസേയർ യേശുവിന്റെ അടുത്ത് ചെന്ന് അവനെ പരീക്ഷിച്ചുകൊണ്ട് ചോദിച്ചു, ഏതെങ്കിലും കാരണത്താൽ ഒരുവൻ ഭാര്യ ഉപേക്ഷിക്കുന്നത് നിയമാനുസൃതമാണോ? അവൻ മറുപടി പറഞ്ഞു, സ്രഷ്ടാവ് ആദ്യം മുതലേ അവരെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചു എന്നും ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേർന്നിരിക്കും, അവർ ഇരുവരും ഏക ശരീരമായി തീരും എന്നും അവിടുന്ന് അരുൾ ചെയ്തിട്ടുണ്ടെന്ന് നിങ്ങൾ വായിച്ചിട്ടില്ലേ? തന്മൂലം പിന്നീട് ഒരിക്കലും അവർ രണ്ടല്ല ഒറ്റ ശരീരമായിരിക്കും. ആകയാൽ ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ അങ്ങേക്ക് സ്തുതി. ഈ സുവിശേഷ വചനങ്ങൾ നമ്മുടെ പാപങ്ങൾ നീക്കം ചെയ്യുമാറാകട്ടെ. സഹോദരങ്ങളെ, വലിയ സന്തോഷമാണ് ആർക്കൽ കുടുംബത്തിന് ഇപ്പോൾ ഉള്ളത്. അവരുടെ കുടുംബത്തിലേക്ക് പുതിയൊരാൾ കൂടി രംഗപ്രവേശനം ചെയ്യുമ്പോൾ കർത്താവിൻ്റെ കൃപയും വരപ്രസാദവുമൊക്കെ എണ്ണപ്പെടുന്ന ദിവസമായിട്ടാണ് വിവാഹ ദിവസത്തെ നമ്മൾ കാണുക. ബൈബിള് രണ്ട് കുടുംബങ്ങളെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ് നമ്മളെ മുൻപോട്ട് നയിക്കുന്നത്. പഴയ നിയമത്തിൽ ആദത്തിൻ്റെയും ഹവ്വയുടെയും കുടുംബം, പുതിയ നിയമത്തിൽ ഔസേപ്പിതാവിൻ്റെയും മറിയത്തിൻ്റെയും കുടുംബം. പഴയ നിയമത്തിൽ ആദത്തിൻ്റെ ഹവ്വയുടെയും കുടുംബത്തിൽ ഒറ്റ നോട്ടം നോക്കിയാൽ ദേ ഹാഡ് എവരിത്തിങ്, ബട്ട് അവർക്കൊരു കുടുംബജീവിതമില്ലായിരുന്നു. അവർക്കെല്ലാം ഉണ്ടായിരുന്നു. അധ്വാനമില്ല, അധ്വാനിക്കാതെ ഫലമുണ്ടായിരുന്നു. പക്ഷെ അവർക്ക് സന്തോഷത്തിൽ ജീവിക്കാനായിട്ട് സാധിച്ചില്ല. കുടുംബം തകർന്നുപോയി. പുതിയ നിയമത്തിൽ ഔസേപ്പിതാവിനും മാതാവിനും ഒന്നുമില്ലായിരുന്നു. പക്ഷേ അവർക്ക് ക്രിസ്തു എന്ന് പറയുന്ന ഒരു സത്യമുണ്ടായിരുന്നു. എല്ലാം ഉണ്ടായിട്ട് ജീവിക്കാൻ പറ്റില്ല, ഒന്നുമില്ല. ഔസേപ്പിതാവ് ബൈബിള് തീരുകയാണ്. നമുക്ക് സനോബിൻ്റെ കുടുംബത്തിലേക്ക് ഒന്ന് ചെന്നിട്ട് അപ്പനെയും അപ്പൻ്റെ കുടുംബത്തെയും മർസാളിനെയും മറിയാമ്മയും ഒന്നും എടുത്ത് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നീതിമാനായ ഒരപ്പനും നന്മ നിറഞ്ഞ അമ്മയും ആ കുടുംബത്തിൽ ധാരാളം വിധേയത്വമുള്ള മക്കളുമുണ്ടാകും. പാരമ്പര്യം അവസാനിച്ചില്ല. ബേസിലും മിനി ടീച്ചറിലും വന്ന് നിൽക്കുമ്പോൾ നീതിമാനായ അപ്പനും നന്മ നിറഞ്ഞ അമ്മയും വിധേയത്വമുള്ള 3 പിള്ളേർ. സുഖമുള്ള കാഴ്ച. എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് ആകുമ്പോൾ സുഖമുള്ളൊരു കാഴ്ച. ഞങ്ങളുടെ ബന്ധം ജന്മനാവുള്ള ബന്ധമാണ്, ജന്മബന്ധമാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനൊരു പാരമ്പര്യത്തിൻ്റെ വിധേയത്വവും നന്മയും നീതിബോധവും ഉള്ള ഒരു കുടുംബത്തിൻ്റെ പുതിയൊരു കണ്ണി രൂപപ്പെടുമ്പോൾ ഒരു മാറ്റമുണ്ടാകില്ലെന്ന് ഞാൻ വിശ്വസിക്കുക. കാരണം ബേസിലിനെയും മിനി ടീച്ചറിനെയൊക്കെ നോക്കുമ്പോൾ പ്രാർത്ഥനയും പ്രവർത്തനവും ഒരുപോലെ സംഗമിപ്പിച്ചു കൊണ്ടുപോകാനും മക്കൾ അതേ വിധത്തിൽ ഐശ്വര്യബോധത്തോടുകൂടി കുടുംബത്തിൽ അനുസരണയുള്ള മക്കളായിട്ട് ജീവിക്കുകയും കാണുന്ന കണ്ണുകളാണ് അവരുടെ കുടുംബത്തിന് ചുറ്റുമുള്ള അയൽക്കാരായ ഞങ്ങൾ. അതൊരു പവർ ഹൗസ് പോലെയാണ് ആ വീടിൻ്റെ നിൽപ്പ്. ഒരു ചുറ്റുവട്ടവും ഒരു വെളിച്ചം വീശുന്ന പ്രാർത്ഥനാ ചൈതന്യം, സ്നേഹിക്കാനുള്ള മനസ്സ്. തീർച്ചയായിട്ടും സനോബിൻ്റെ കുടുംബത്തിലേക്ക് വന്ന് കയറുന്ന അർച്ചനയ്ക്കും
ഈ ഒരു കാര്യം ഉണ്ടാകും എന്ന് സമ്പൂർണ്ണ വിശ്വാസം. പിന്നെ ഇത് വളരെ ഗൗരവതരമായ ദിവസമാണ്. ഇവർ കല്യാണത്തിന് തിരഞ്ഞെടുക്കപ്പെട്ട സമയം നല്ലതാണ്, മണിക്കൂർ നല്ലതാണ്. 3-ാം മണിക്കൂർ ബൈബിളിനെ സംബന്ധിച്ചിടത്തോളം കർത്താവിൻ്റെ സമർപ്പണ ടൈമാണ്. തേർഡ് അവർ ഓഫ് ദ ഡേ. ദാറ്റ്സ് ആൻ ഇമ്പോർട്ടൻ്റ് അവർ. എനിക്ക് മണിക്കൂർ ഇഷ്ടപ്പെട്ടു. കാരണം അത് ദൈവത്തിൻ്റെ കൃപ നിറഞ്ഞു നിൽക്കുന്ന മണിക്കൂറാണ്. ഏതൊരു സമയത്തും നമ്മൾ പറയുന്നത് 3-ാം മണിക്കൂറിൽ പ്രാർത്ഥിക്കുന്നതാണ്. അപ്പോൾ ഈ കുടുംബജീവിതം ആരംഭിക്കുന്നത് 3-ാം മണിക്കൂറിലാണ്. അപ്പോൾ തീർച്ചയായിട്ടും അതൊരു വലിയ പ്രഭയുടെ ദിവസമാണ്. ഇന്ന് വാലന്റൈൻസ് ഡേ ആണ്. നിങ്ങളെ സമ്മതിച്ചിരിക്കുന്നു ഈ ദിവസം തിരഞ്ഞെടുക്കുക. അടിപൊളി. അങ്ങനെ വേണം. പ്രേമിക്കണമെങ്കിൽ ഇങ്ങനെ പ്രേമിക്കണം. വാലന്റൈൻസ് ഡേയിൽ പ്രേമിക്കണം. പ്രേമവും കുടുംബബന്ധവും തമ്മിൽ ഒന്നിച്ചു കൊണ്ടുപോകാനായിട്ട് പറ്റണം. കാരണം അവിടെ എനിക്കിവിടെ വരാനും എന്നോട് പ്രസംഗിക്കാനാണ് പറഞ്ഞത്. വന്നപ്പോൾ അച്ഛന്മാർ രണ്ടുപേരും കൂടെ പറഞ്ഞു, സ്വന്തക്കാരനോ അയൽവാസിയല്ലേ കുർബാന ചൊല്ലാൻ പറഞ്ഞുകൊണ്ട് മാത്രം ഞാൻ ഏറ്റെടുത്താണ്. എനിക്കും അത് ഇഷ്ടപ്പെട്ടു. കാരണം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലേക്ക് വിശുദ്ധ വാലന്റൈൻ്റെ തിരുസ്വരൂപവും തിരുശേഷിപ്പും കൊണ്ടുവന്നിട്ട് യേശുഭവനിൽ ഇന്ത്യയിൽ തന്നെ വാലന്റൈൻ്റെ പള്ളി എന്നറിയപ്പെടുന്ന ഒരേ ഒരു പള്ളിയിൽ താൽക്കാലികമായ വികാരിയച്ഛനാണ് ഞാൻ. അപ്പോൾ എനിക്കിതും ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ എന്തുകൊണ്ടും ഒരു ആപ്റ്റ് ടൈമാണ്. സ്നേഹം, പ്രേമം എല്ലാത്തിൻ്റെയും മധ്യസ്ഥനായ, അതിനേക്കാൾ ഉപരിയായിട്ട് കുടുംബജീവിതക്കാരുടെ മധ്യസ്ഥനായ വിശുദ്ധ വാലന്റൈൻ്റെ തിരുനാൾ ദിനത്തിൽ ഇങ്ങനൊരു വിവാഹം കർമ്മം നടക്കുമ്പോൾ അത് അനുകരണീയവും ഏറ്റവും സുഹൃതപരവുമാണെന്ന് ഞാൻ വിശ്വസിക്കുകയും ഞങ്ങൾ ഈ 3 അച്ഛന്മാരുടെയും പുണ്യയോഗ്യതകളാൽ ഞങ്ങൾ അർപ്പിച്ചിട്ടുള്ള ബലികൾ, ചൊല്ലിയിട്ടുള്ള പ്രസംഗിച്ചിട്ടുള്ള പ്രസംഗങ്ങൾ, ചൊല്ലിയിട്ടുള്ള പ്രാർത്ഥനകളൊക്കെ ഒരു ബലിക്ക് വരുമ്പോൾ അത് പൂർണ്ണാർത്ഥങ്ങളിൽ നിങ്ങൾക്ക് ബ്ലെസ്സിങ് ആയിട്ട് മാറുകയാണ്. അതുകൊണ്ട് ഈ കുടുംബത്തോട് ചേർന്ന് നിൽക്കുന്ന എല്ലാ കുടുംബാംഗങ്ങളോടും ബന്ധുമിത്രാദികളോടും നമുക്കൊറ്റ കാര്യമേ ഇവിടെ ചെയ്യാനുള്ളൂ, ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മുടെ പുണ്യയോഗ്യതകളാൽ ഇവർ അനുഗ്രഹിക്കപ്പെടണം. ഇവർ പ്രേമബദ്ധരായി, അതായത് വിശുദ്ധ വാലന്റൈനെ കുറിച്ച് പറയുന്നത് വാലന്റൈൻ്റെ സമയത്ത് ഒളിച്ചോടി വന്നവരെയൊക്കെ വിവാഹം കഴിച്ചു കൊടുത്ത ഒരു കുറ്റമാണ് രാജാവിൻ്റെ കാഴ്ചപ്പാടിൽ വാലന്റൈൻ ചെയ്തിട്ടുള്ളൂ. ഒളിച്ചോടി വന്നവർ. കാരണം അന്ന് വിവാഹം കഴിക്കാൻ പാടില്ല, യുവാക്കൾ എല്ലാവരും പട്ടാളത്തിൽ ചേരണം, വീട്ടിൽ പോലും പോകാൻ പാടില്ല, കല്യാണം കഴിക്കാനും പാടില്ല. അങ്ങനെ ആരൊക്കെ ഒളിച്ചോടി വന്ന് അവരെയൊക്കെ കല്യാണം കഴിപ്പിച്ചു കൊടുത്ത വിശുദ്ധനാണ്. അതിനു വേണ്ടി രക്തസാക്ഷിയായി തീർന്ന വിശുദ്ധനുമാണ് വാലന്റൈൻ. അദ്ദേഹം നല്ല കുടുംബജീവിതക്കാരുടെ മധ്യസ്ഥനാണ്. അപ്പം തീർച്ചയായിട്ടും സനോബിനും അർച്ചനയും ഈ ദിവസം തിരഞ്ഞെടുത്തതിന്, ഈ മണിക്കൂർ തിരഞ്ഞെടുത്തതിന്, അതിനേക്കാളുപരിയായി നിങ്ങൾക്ക് ഈ മഹാദേവാലയത്തിൽ വെച്ചിട്ട് ഇങ്ങനെ വിവാഹം കഴിക്കാൻ പറ്റുന്ന എത്രയോ ലക്ഷം മനുഷ്യർ കണ്ണീരോടുകൂടി പ്രാർത്ഥിക്കുന്ന, അത്ഭുതങ്ങൾ നടക്കുന്ന ഒരു കൂടാരമാണെന്നറിയാമോ ഇത്? ഇതെന്തുകൊണ്ട്? എവറിത്തിങ് ഈസ് ക്ലിയർ, എവറിത്തിങ് ഈസ് ഗിവൻ ടു യു. ദൈവം എല്ലാം നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് പൂർണ്ണാർത്ഥത്തിൽ പരസ്പരം സ്നേഹിച്ചുകൊണ്ട് ജീവിക്കാനായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങളോട് ഒന്നേ പറയാനുള്ളൂ, കുടുംബ പ്രാർത്ഥന മുടക്കരുത്. കഴിയുന്നിടത്തോളം ദിവ്യബലികളിൽ പങ്കെടുക്കണം. സമയമില്ലെന്ന് മാത്രം പ്രാർത്ഥനയ്ക്ക് അടിവരയിട്ട് പറയരുത്. ദൈവത്തെ വിചാരിച്ച് കുടുംബ പ്രാർത്ഥന മുടക്കരുത്. കഴിയുന്നിടത്തോളം കുർബാനകൾ മാസത്തിലൊരിക്കലെങ്കിലും കുമ്പസാരിക്കുക. എല്ലാ വർഷവും ഭാര്യയും ഭർത്താവും ഒന്നിച്ചു. അതോടൊപ്പം തന്നെ ഇനി നിങ്ങൾക്കുണ്ടാകുന്ന എത്രയോ മക്കൾ, അത്രയും മക്കളുമായിട്ടും വർഷാവർഷം ധ്യാനം കൂടണം. ദൈവം തീരുമാനിക്കണം നിങ്ങളുടെ കുടുംബത്തിൽ എന്താണ്. കാരണം അപ്പനായിട്ടും അപ്പൂപ്പനായിട്ടുമുള്ള പരിചയമുള്ള പാരമ്പര്യത്തിൻ്റെ അവസാനത്തെ കണ്ണി ഞങ്ങളുടെ മുമ്പിൽ നിങ്ങളാണ്. അതുകൊണ്ട് ദൈവം അനുഗ്രഹിക്കട്ടെ. ബേസിലിനെയും മിനി ടീച്ചറിനെയും സമൃദ്ധമായി കുടുംബത്തിലൂടെ, ഈ നവകുടുംബത്തിലൂടെ അനുഗ്രഹിക്കപ്പെടട്ടെ. നിങ്ങൾ എടുത്ത ത്യാഗത്തിന് നല്ലൊരു ഉത്തരമായിട്ട് ഈ മകനും മരുമകളും അവർക്കുണ്ടാകുന്ന മക്കളും മാറട്ടെ എന്ന് ആശംസിക്കുകയാണ്. എല്ലാ പ്രാർത്ഥനകളും നേരുകയാണ്. ചുറ്റുമുള്ള എല്ലാവരും നന്നായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് വിവാഹമെന്ന കൂദാശയിൽ നമുക്കിപ്പോഴ് അവരെ ഈ മഹാദേവാലയത്തിൽ വെച്ച് ഒന്നിപ്പിക്കാം. വരപ്രസാദത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യാം. പ്രിയപ്പെട്ടവരെ,
പുരോഹിതരുടെയും സമൂഹത്തിൻ്റെയും മുൻപിൽ വെച്ച് നിങ്ങളുടെ സ്നേഹം പരിശുദ്ധമായ കൂദാശയാൽ മുദ്രണം ചെയ്ത് ഉറപ്പിക്കുവാനാണല്ലോ നിങ്ങൾ ഇന്ന് ഈ ദേവാലയത്തിൽ വന്നിരിക്കുന്നത്. നിങ്ങളുടെ സ്നേഹത്തെ ക്രിസ്തുനാഥൻ വാത്സല്യപൂർവ്വം ആശീർവദിക്കുന്നു. അവിടുന്ന് ജ്ഞാനസ്നാനത്താൽ നിങ്ങളെ പൗത്രീകരിച്ചിട്ടുള്ളതാണല്ലോ. ഇപ്പോഴവിടെ ഒരു പ്രത്യേക കൂദാശയാൽ നിങ്ങളെ ധന്യരാക്കുകയും ശക്തിപ്പെടുത്തുകയുമാണ്. വൈവാഹിക ജീവിതത്തിൻ്റെ എല്ലാ ചുമതലകളും യഥാവിധി നിർവഹിച്ച് ആജീവനാന്തം പരസ്പര വിശ്വസ്തത പാലിക്കുവാൻ അവിടുന്ന് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഞാനിപ്പോൾ തിരുസഭാ സമക്ഷം നിങ്ങളുടെ പരസ്പര സമ്മതം ചോദിക്കുകയാണ്. നിങ്ങൾ ഓരോരുത്തരും മറുപടി പറയുക. സെനോബിൻ അർച്ചന, നിങ്ങൾ വിവാഹിതരാകുവാൻ വന്നിരിക്കുന്നത് ആരുടെയും സമ്മർദ്ദം കൂടാതെയും പൂർണ്ണമായ അറിവോടും സ്വാതന്ത്ര്യത്തോടും കൂടിയാണ്. നിങ്ങൾ ഭാര്യാഭർത്താക്കന്മാർ എന്ന നിലയിൽ ആയുഷ്കാലം മുഴുവൻ പരസ്പരം സ്നേഹിച്ചും ആദരിച്ചും ജീവിക്കുവാൻ സന്നദ്ധരാണ്. ദൈവം നിങ്ങൾക്ക് നൽകുന്ന കുഞ്ഞുങ്ങളെ സ്നേഹപൂർവ്വം സ്വീകരിക്കുവാനും ക്രിസ്തുവിൻ്റെയും സഭയുടെയും പ്രബോധനമനുസരിച്ച് വളർത്തുവാനും നിങ്ങൾ സന്നദ്ധരാണ്. വിവാഹ ഉടമ്പടി ചെയ്യുവാൻ പോകുന്ന നിങ്ങൾ വലത് കൈ ചേർത്ത് പിടിച്ചുകൊണ്ട് ദൈവത്തിൻ്റെയും തിരുസഭയുടെയും മുൻപാകെ സമ്മതം പ്രകടമാക്കുക. സ്വീകരിക്കുന്നു. ഈ നിമിഷങ്ങൾ കാരണം നമ്മൾ ഏർപ്പെടുത്തുന്നവരെ സന്തോഷത്തിലും സന്താപത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും വിശ്വസ്തയോടെ സ്നേഹിച്ച് ആദരിച്ച് ഒന്ന് ജീവിക്കാമെന്ന് വാഗ്ദാനം ചെയ്യുന്നു. ഞാൻ നിങ്ങളെ എൻ്റെ ഭർത്താവായി സ്വീകരിക്കുന്നു. ഈ നിമിഷങ്ങൾക്ക് കാര്യങ്ങളായി ഏർപ്പെടുത്തുന്നതിനും സന്തോഷത്തിലും സമ്പത്തിലും ആരോഗ്യത്തിലും വിശ്വസ്തയും സ്നേഹിച്ച് ആദരിച്ച് ഒന്നിച്ച് ജീവിക്കാമെന്ന് വാഗ്ദാനം. നിങ്ങളിപ്പോൾ സഭാസമക്ഷം പ്രകടിപ്പിച്ച പരസ്പര സമ്മതം കർത്താവ് കാരുണ്യപൂർവ്വം സ്വീകരിച്ച് അനുഗ്രഹാശസ്സുകൾ കൊണ്ട് നിങ്ങളെ സമ്പന്നരാക്കട്ടെ. ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ. ദൈവമേ, ഈ താലിയും മോതിരങ്ങളും അങ്ങ് ദയാപൂർവ്വം ആശീർവദിക്കണമേ. ഇവ ഈ ദമ്പതികളുടെ പരസ്പര സ്നേഹത്തിൻ്റെയും വിശ്വസ്തതയുടെയും അടയാളമായിരിക്കട്ടെ. ദൈവമേ, പ്രസാദവരത്തിൻ്റെ അടയാളമായ ഈ മന്ത്രകോടി കനിഞ്ഞ് ആശീർവദിക്കണമേ. ജ്ഞാനസ്നാന അവസരത്തിൽ പ്രസാദവരം വഴി ക്രിസ്തുവിനെ വസ്ത്രമായി അണിഞ്ഞ ഈ ദമ്പതികൾ ക്രിസ്തുവും സഭയും തമ്മിലുള്ള പാവനമായ ബന്ധത്തിൻ്റെ പ്രതിബിംബമായി ജീവിച്ച് സ്വർഗത്തിൽ മഹിമയുടെ വസ്ത്രമണിയുവാൻ കൃപയരുളണമേ. സ്നേഹത്തിൻ്റെയും വിശ്വസ്തതയുടെയും അടയാളമായ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഈ താലി ധരിച്ചു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ വിവാഹത്തിൽ ഒന്നിച്ച ഈ സഹോദരനെയും സഹോദരിയെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമെന്ന് നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. ക്രൈസ്തവ സമൂഹം മുഴുവനും സ്നേഹത്തിലും ജീവിത വിശുദ്ധിയിലും നാൾക്ക് നാൾ അഭിവൃദ്ധിപ്പെടണമെന്ന് നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ.
കാനായിലെ കല്യാണ വിരുന്നിനെ വിശുദ്ധീകരിച്ച ക്രിസ്തുനാഥർ ഇന്ന് വിവാഹബദ്ധിതരായ ഈ ദമ്പതികളെ അനുഗ്രഹിക്കുകയും അവരുടെ ഹൃദയങ്ങൾ നിർമ്മലവും ഉദാരവുമായ സ്നേഹത്തിൽ എന്നേക്കും യോജിപ്പിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഇവർ സന്താനങ്ങളാൽ അനുഗ്രഹീതരാകുവാനും മക്കളിൽ ചൊരിയുന്ന സ്നേഹം ഇവർക്ക് 100 മടങ്ങായി തിരിച്ചു കിട്ടുവാനും ഇടയാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ക്രിസ്തുവിന്റെ സമാധാനം ഇവരുടെ ഹൃദയങ്ങളിലും കുടുംബങ്ങളിലും എപ്പോഴും നിലനിൽക്കുവാൻ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. എല്ലാ ക്രിസ്തീയ ഭവനങ്ങളും വിശ്വാസത്തിൻ്റെയും പ്രാർത്ഥനയുടെയും നിസ്വാർത്ഥ സ്നേഹത്തിൻ്റെയും ഉത്തമ മാതൃകയായി പ്രശോഭിക്കുവാൻ ഇടയാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. ആമേൻ. ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞവരെ, ക്യാൻസർ രോഗം മൂലം വേദനിക്കുന്നവരെ കരുതലോടെയും സ്നേഹത്തോടും ശുശ്രൂഷിക്കേണ്ടത് നമ്മുടെ കടമയാണ്. അതിൻ്റെ ഭാഗമായി വിവാഹ തിരുക്കർമ്മ മധ്യയെടുക്കുന്ന സ്തോത്ര കാഴ്ച അർത്തുങ്കൽ കാരുണ്യനിധിയിലൂടെ ക്യാൻസർ രോഗികളെ സഹായിക്കും. പ്രാർത്ഥന കേട്ടരുടെ നമ്മുടെ കർത്താവ് സർവശക്തനാർത്ഥത്തിലുചിതവും ന്യായവും വിശുദ്ധ വിവാഹത്തിന്റെ ഫലപുഷ്ടമോചമായ ബന്ധത്താൽ വൈവാഹിക ഉടമ്പടിയെ അന്ന് ഉറപ്പി ജ്ഞാനസ്നാനത്തിനാനുള്ള നവജന്മം സഭയുടെ വർധനയിലേക്ക് ഈ വിവിധ പ്രവർത്തനങ്ങളെന്ന് ബലിവസ്തുക്കളുടെ ശക്തിയാൽ അങ്ങേ പരിപാവനമായ സ്ഥാപിച്ചതിനെ കാരുണ്യവായ്പോടെ അനുയാത്ര ചെയ്യണമേ. പാവനബന്ധത്താൽ സംയോജിപ്പിച്ച ഇവരെ ഒരേ അപ്പത്തിലും ഒരേ പാനപാത്രത്തിലും പരിപോഷിപ്പിക്കുകയും ചെയ്ത ഇവരെ ഒരേ സ്നേഹത്താൽ ഏക മനസാക്ഷികളാക്കി തീർക്കുകയും അങ്ങിടവരുത്തണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോട് കൂടെ. ശിരസ് നമിച്ച ആശീർവാദം സ്വീകരിക്കും. നിത്യപിതാവായ ദൈവമേ, പരസ്പര സ്നേഹത്തിൽ ഞങ്ങളെ ഏകമാനസരാക്കി തീർക്കട്ടെ. അങ്ങനെ ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങളിൽ വസിക്കുകയും നിങ്ങളുടെ ഭവനത്തിൽ സദാ നിലനിൽക്കുകയും ചെയ്യുമാറാകട്ടെ. സന്താനങ്ങളാൽ നിങ്ങൾ അനുഗ്രഹീതരായി
സുഹൃത്തുക്കളിൽ നിന്ന് ആശ്വാസവും എല്ലാവരോടും യഥാർത്ഥ സമാധാനവും നിങ്ങൾക്കുണ്ടാകുകയും ചെയ്യുമാറാകട്ടെ. ലോകത്തിൽ നിങ്ങൾ ദൈവസ്നേഹത്തിന്റെ സാക്ഷികളായി തീരുകയും അവസരമാർത്തരും നിങ്ങളിൽ കാരുണ്യം കണ്ടെത്തുന്നത് വഴി നിങ്ങളുടെ ദൈവത്തിന്റെ നിത്യഭവനത്തിൽ കൃതജ്ഞതയോടെ സ്വാഗതം ചെയ്യുമാറാകട്ടെ. ഇവിടെ കൂടിയിരിക്കുന്ന നിങ്ങളെല്ലാവരെയും സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ ആശീർവദിക്കുമാറാകട്ടെ. ക്രിസ്തുവിന്റെ സ്നേഹത്തിലും സമാധാനത്തിലും പോകുവിൻ. ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിനു നന്ദി. I don't promise skies without rain, or a life untouched by pain, but I promise to stand through the storm, to hold you when the night feels long. I won't be perfect, but I'll be true. And every day I'll choose you. Not just in joy, but when it's hard, I love you with my whole heart. This is my vow before the King, to love you more than anything, to walk in grace, to serve, forgive, to lay down self so love can live. I give you all, not just for now, for every breath. This is my vow. When time has worn our faces thin, and years have carved their lines within, I'll still be reaching for your hand, still walking where the Savior stands. Through every high and every fall, I'll love you through it, give my all. Not just emotion, but sacred choice, led by God's unfailing voice. This is my vow before the King, to love you more than anything, to walk in grace, to serve, forgive, to lay down self so love can live. Through fire, through flood, I won't back down. I'm yours forever. This is my vow. This is my vow. When children watch the way we love, may they see Christ guiding us. And when the world begins to fade, we'll still be faithful, still be brave. I'll lift you up when hope feels low, and plant my roots so love can grow. Until I breathe my final sound, I'll still be here. This is my vow. This is my vow, not just in word, but in the life and love you've heard. I'll rise with you, I'll fall with you, I'll chase the cross, I'll hold what's true, till heaven comes and we shall bow. I'll still be yours. This is my vow.
അനുഗ്രഹിക്കണമേ വിധവാങ്ങണമേ എന്നറിഞ്ഞ പറയുമേ സുസ്ത്രീ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളെന്നെ അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു Sneak away, there is no time to waste. Find a space and make it a home. Holding on to one another, intertwine the threads to hold. Through it all, we'll have each other, driving steady as we go. Dear Mom, good evening to one and all. Today is a very special day, a day written by God Himself, where two lives are joined as one. So we are gathered here to celebrate the love, faith, and beginning of a beautiful journey for Senomit and Archana. So let's welcome the couple who are the heart of today's celebration. Great joy and pride, I invite our gracious bride Archana Anthony and her charming groom Senomit Basil to come forward and take a place on the stage. So let's put our hands together and give them a round of applause. Every memory will uncover, every story will unfold. Through it all, we'll have each other, driving steady as we go. Let us sing a moment to thank the Almighty. The Holy Bible reminds us that God brings people together with a purpose. This union is not by chance, but by His divine plan. Dear Sanobin and Archana, today you stand here
its love. These two families are no longer two. Today, they are united by love, faith, and mutual respect. Let's give them a round of applause.
Oh, I hope you know I will carry you home, whether it's tonight or 55 years down the road. Oh, I know there's so many ways this could go. Don't want you to wonder, darling, I need you to know. We were talking to the sunset, throwing dreams against the wall. I know none of them are stuck yet, but I bet it on you, honey. Oh, I would risk it all. These days, these nights, I'm changing my mind is set on you. I'm not afraid to say it's true. Oh, I hope you know I will carry you up, whether it's tonight or 55 years down the road. Oh, I know there's so many ways this could go. California dreaming, our whole life fit in that car. Didn't have a bed to sleep in, we kept each other warm under a ceiling full of stars. These days, these nights, changing my mind set on you. I'm not afraid to say it, to say I do. But I hope you know I will carry you up, whether it's tonight or 55 years down the road. Oh, I know there's so many ways that this could go. Don't want you to wonder, darling, I need you to know, in this and every life, I choose us every time.
I will carry you home, whether it's tonight or 55 years down the road.
My love, when this journey began, there were borders between us, different countries, different time zones, different worlds. And yet, from the moment I met you, I know I had found my home in you. For 6 months, we loved each other through screens and late night calls that always end too soon. If lane could cross oceans, there are nothing we cannot overcome together. I choose you today, I choose you tomorrow, and for rest of my life. I love you, Achu. Seno, I met you in the month of August. I never thought that I'll be going to love someone in my life like this. Thank you so much, Seno, for choosing me as a life partner. I love you, gonna love you till my last breath. Do you remember back on the first night, shoulder to shoulder, playing the piano in my room? Oh, I do. We started drinking and I told your best friend that I had a feeling one day I was gonna marry you. I already knew. Now you're dressed in white and you're walking